അടിമാലിയിൽ ഹോട്ടൽ ജീവനക്കാർക്ക് നേരെ വിനോദസഞ്ചാരികളുടെ ആക്രമണം. പാലക്കാട് നിന്നെത്തിയ വിനോദസഞ്ചാരികളാണ് അടിമാലി ജന്ന റെസിഡൻസിലെ ജീവനക്കാരെ ആക്രമിച്ചത്. സംഭവത്തിൽ 3 പേരെ അടിമാലി പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. പാലക്കാട് നിന്നും മൂന്നാർ സന്ദർശനത്തിനെത്തിയ 25-അംഗ സംഘം അടിമാലി ജന്ന റെസിഡൻസിയിൽ ഭക്ഷണം കഴിക്കുന്നതിനായെത്തി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിനു ശേഷം പുറത്തിറങ്ങിയ സംഘം ടൂർ പാക്കേജ് എടുത്ത പാക്കേജറുമായി വാക്കുതർക്കത്തിലായി. ഭക്ഷണത്തിന്റെ അളവിലും ഗുണമേന്മയിലും കുറവുണ്ടെന്നും അതിനാൽ പറഞ്ഞിരിക്കുന്ന തുക നൽകാൻ കഴിയില്ലെന്നും അറിയിച്ചു. തുടർന്ന് ഇരുവരും തമ്മിൽ സംഘർഷത്തിലേക്ക് എത്തുന്നത് തടയാനാണ് ജന്ന റെസിഡൻസിയിലെ മാനേജർ നിഷാദ് സ്ഥലത്തേക്കെത്തിയത്. തുടർന്ന് പ്രകോപിതരായ സഞ്ചാരികൾ നിഷാദിനെ കല്ലുപയോഗിച്ച് തലയ്ക്കടിക്കുകയും ആക്രമണത്തിൽ നിഷാദിന്റെ തലയോട്ടി പൊട്ടി ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സഹപ്രവർത്തകനെ മർദ്ദിക്കുന്നത് കണ്ട് പുറത്തേക്കെത്തിയ ഹോട്ടലിലെ മറ്റു 2 ജീവനക്കാരായ അനന്തു, മുർഷിദിൽ ഇസ്ലാം എന്നിവരെയും സംഘം ആക്രമിച്ചു. ഇരുവർക്കും തലയ്ക്ക് പരിക്കേറ്റു. സംഭവം ഏകദേശം നടക്കുന്ന ഒരു 12 മണിക്ക് ശേഷമാണ്. ഞങ്ങള് പകുതി മുക്കാൽ ആൾക്കാരും ഡ്യൂട്ടി ടൈം 10 മണിക്ക് കഴിഞ്ഞ് റൂമിൽ പോയി. പിന്നെ കടയിൽ കുറച്ച് ക്ലീനിങ്ങും പരിപാടികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കടയിൽ ഒരു 12 മണിക്ക് ശേഷം ഞങ്ങൾ വരുമ്പോഴാണ് ഈ ഫ്രണ്ടിലെ ഒച്ചപ്പാടും ബഹളവും കേട്ട് ഞങ്ങൾ കയറി ചെല്ലുന്നത്. അപ്പോൾ നേരത്തെ കഴിക്കാൻ വന്ന ഒരു ഗ്രൂപ്പ് അവർക്ക് ഫുഡിന്റെ ക്വാണ്ടിറ്റി പോരാ, പൈസ കൂടുതലാന്നൊക്കെ പറഞ്ഞ അവർ ചില വിഷയം കാര്യങ്ങളായിരുന്നു. ആ വിഷയം അവർ അവിടെ തന്നെ കുറച്ചൊരു മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവരുടെ കൂടെയുള്ള ഒരു പാക്കേജറോ ആരാ നേരത്തില്ല പുള്ളിയായിട്ട് പറഞ്ഞു ഭയങ്കര തർക്കവും കാര്യങ്ങളായിരുന്നു. ഇത് പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ കടയിലെ തന്നെ ഒരു സ്റ്റാഫ്, അതായത് അവിടെയുള്ള ഒരു സൂപ്പർവൈസറിന്റെ രീതിയിൽ നിൽക്കുന്ന ഒരാൾ ചെന്നു. അദ്ദേഹം ആ പ്രശ്നം പറഞ്ഞ് തീർക്കുന്നതിന്റെ ഇടയിൽ ഇവർ എന്തോ പ്രകോപിതരായിട്ട് പുള്ളിയെ ആക്രമിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ആദ്യം ചെല്ലുമ്പോൾ തന്നെ കാണുന്ന പുള്ളിയുടെ നെറ്റി പൊട്ടി ചോര ഒലിച്ചേക്കുന്ന സംഭവമാണ്. പിന്നെ ഞങ്ങളും ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറ്റി അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന മോശം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളെ ആക്രമിച്ചു. പിന്നെ കുറച്ചൊരു കല്ലുണ്ടായിരുന്നു, അവർക്ക് പെട്ടെന്ന് കിട്ടിയ കല്ലായിരുന്നു. കല്ലും കൊണ്ട് നമുക്ക് തലക്കടിക്കുകയും കൂടെയുള്ള വേറൊരു പയ്യൻ അവനും പരിക്കേറ്റും. ചില്ലറ പരിക്കുകൾ വേറെ. ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നിഷാദിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഇയാൾ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 3 സഞ്ചാരികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലപ്പുറം സ്വദേശികളായ അരുൺ സോമൻ, മുഹമ്മദ് റിയാസ്, ലക്കിടി സ്വദേശി അലി അക്ബർ എന്നിവരെയാണ് അടിമാലി പോലീസ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.